നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം കിട്ടിയാൽ മതി അല്ലേ? നമ്മളിങ്ങനെ ചിന്തിച്ചിട്ട് അതിങ്ങനെ കാട് കയറാൻ തുടങ്ങും. ഒടുവിൽ ചിന്തകളുടെ ആ കാട്ടിനുള്ളിൽ നമ്മളങ്ങ് ലോക്കാവും. മാനസികമായിട്ട് നമ്മൾ വലിയ തകർച്ചയിലേക്ക് വഴുതി വീഴുകയും ചെയ്യും. നമ്മുടെ സമൂഹത്തിലെ പല ആളുകൾക്കും സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണത് അല്ലേ? ശരിക്കും അമിതമായിട്ടുള്ള ചിന്തകൾ നമ്മുടെ ജീവിതത്തെ പരാജയപ്പെടുത്തുന്നുണ്ട്. വലിയ പ്രതിസന്ധിയിലേക്ക് നമ്മളെ തള്ളിയിടുന്നുണ്ട്. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ ജീവിതത്തിൻ്റെ എല്ലാ സന്തോഷങ്ങളും നഷ്ടപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അമിതമായിട്ടുള്ള ചിന്തകൾ ഏതെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട്. ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത് നമ്മുടെ ഈ അമിതമായിട്ടുള്ള ചിന്തകളെ എങ്ങനെ നമുക്ക് മറികടക്കാം, അതിജീവിക്കാം എന്നതുമായി ബന്ധപ്പെട്ട ഒരു 4 ടിപ്സുകളാണ്. ഈ 4 കാര്യങ്ങളും ജീവിതത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ അമിതമായ ചിന്തകളെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മറികടക്കാൻ പറ്റും. ശരിക്കും അമിതമായ ചിന്തകൾ എന്ന് പറയുമ്പോൾ എല്ലാ അമിതമായ ചിന്തകളും അങ്ങനെ പരിഹരിക്കപ്പെടേണ്ടതല്ല. 2 തരത്തിൽ നമുക്ക് ഈ ചിന്തകളെ കാണാൻ പറ്റും. ഒന്ന്, നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന അമിതമായ ചിന്തകളുണ്ട്. മറ്റൊന്ന് നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന അമിതമായ ചിന്തകളാണ്. ആസ്വദിക്കാൻ പറ്റുന്നത് എന്ന് പറയുമ്പോൾ ഒരു ഉദാഹരണം പറയാം. നിങ്ങളൊരു വീട് വെക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തു. അതിനുശേഷം നമ്മൾ വീടിനെ കുറിച്ച് മാത്രമായിരിക്കും ചിന്തിക്കുക അല്ലേ? നമ്മൾ പണിയാൻ പോകുന്ന വീടിന്റെ ഓരോ മുക്കും മൂലയെക്കുറിച്ച് നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ കിച്ചൺ എങ്ങനെയായിരിക്കണം, ലിവിംഗ് റൂം എങ്ങനെയായിരിക്കണം, ഡൈനിങ് ഹാൾ എങ്ങനെയായിരിക്കണം, ഒരു കോർട്ട്യാർഡൊക്കെ ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ ഡിസൈൻ ചെയ്യണം, ഇന്റീരിയർ ഡെക്കറേഷൻ എങ്ങനെയായിരിക്കണം, എക്സ്റ്റീരിയർ ഡെക്കറേഷൻ എങ്ങനെയായിരിക്കണം, ഫ്രണ്ട് എലിവേഷൻ എങ്ങനെയായിരിക്കണം, അങ്ങനെ വീടിനെ കുറിച്ച് നമ്മുടെ മനസ്സ് ചിന്തകളാൽ സമ്പന്നമാകും. പക്ഷേ അത് നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്നില്ല. നമ്മൾ ശരിക്കും അത് ആസ്വദിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? നമ്മൾ പണിയാൻ പോകുന്ന വീടിനെ സ്വപ്നം കണ്ടുകൊണ്ട് ആസ്വദിച്ച് നമ്മൾ പല കാര്യങ്ങളും ചിന്തിക്കണം. ആ ചിന്തകൾ ഒരിക്കലും നമ്മളെ അപകടപ്പെടുത്തുന്നില്ല. അത് കുറെ കൂടി ഊർജ്ജസ്വലതയിലേക്ക് നമ്മളെ എത്തിക്കുകയാണ് ചെയ്യുക. എന്നാൽ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി ഡെഡാക്കുന്ന മറ്റൊന്നുണ്ട്. നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന നിരന്തരമായ ചില ചിന്തകൾ. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ ഭൂതകാലത്തിൽ സംഭവിച്ച ചില നഷ്ടങ്ങളായിരിക്കാം. അതല്ലെങ്കിൽ ഈ വർത്തമാനകാലത്തിലെ ചില പ്രശ്നങ്ങളായിരിക്കാം. അതുമല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചുള്ള ചില ആശങ്കകളായിരിക്കാം നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന ചിന്തകളായി, അമിതമായ ചിന്തകളായി നമ്മളെ ഇങ്ങനെ മുറുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പ്രശ്നങ്ങളെയാണ് നമ്മൾ പരിഹരിക്കേണ്ടത്. ഭൂതകാലത്തിലെ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമുക്കൊരു പ്രണയം ഉണ്ടായിരുന്നു, മനോഹരമായിട്ടുള്ള ഒരു പ്രണയം. ജീവിതമാക്കാൻ ആഗ്രഹിച്ച് ഒരുപാട് കൊതിച്ച് ഒടുവിൽ ഒന്നും നടക്കാതെ നമ്മളെ ഉപേക്ഷിച്ചു പോയ ഒരു പ്രണയം. അതിന്റെ പേരിൽ നമ്മൾ പിന്നീട് വിവാഹം കഴിക്കാതിരിക്കുകയും ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം അവനവൻ നഷ്ടപ്പെടുത്തിയ ജീവിതത്തെക്കുറിച്ചും സമയത്തെക്കുറിച്ചും ആലോചിച്ച് പിന്നീട് ജീവിതകാലം മുഴുവൻ ആ ചിന്തകളുമായി അസ്വസ്ഥതയോടുകൂടി ജീവിച്ച് ജീവിതം തള്ളി നീക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ജീവിതത്തിന്റെ പിന്നിട്ട വഴികളിൽ സംഭവിച്ച ചില നഷ്ടങ്ങൾക്ക് മുന്നിൽ ഒരാളുടെ മനസ്സ് അതിനെക്കുറിച്ച് നിരന്തരമായിട്ട് മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന രീതിയിൽ അമിതമായി ചിന്തിച്ച് സംഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങളാണ്. അതുപോലെ തന്നെ വർത്തമാനകാലത്തിലേക്ക് വരുമ്പോഴോ നമുക്ക് നിലവിൽ ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, ബാധ്യതകളുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ബാങ്കിൽ ലോണിന്റെ അടവൊക്കെ തെറ്റി കിടക്കുകയായിരിക്കും. അപ്പോൾ പേപ്പറൊക്കെ വന്നിട്ടുണ്ടാവും. നമ്മൾ പിന്നെ ഇതിനെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുക അല്ലേ? ഈ കടമൊക്കെ എങ്ങനെയാണ് എനിക്ക് വീട്ടിൽ തീർക്കാനാവുക? ഈ വീട് ജപ്തിയായി പോവല്ലോ, അല്ലെങ്കിൽ ഈ കടമൊക്കെ വീട്ടിൽ തീർക്കാൻ ഇനി എൻ്റെ മക്കള് വളർന്നിട്ട് ഇതെപ്പോഴാണ് ഇനി സാധ്യമാവുക? ഈ പ്രശ്നങ്ങളിൽ നിന്ന് ഇനി എനിക്ക് ഒരിക്കലും രക്ഷപ്പെടാനാവില്ല എന്നൊക്കെ ഒരു മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അയാൾക്കൊരിക്കലും ഒരു നിറഞ്ഞ മനസ്സോടെ ഒരാളെ നോക്കിയിട്ട് പുഞ്ചിരിക്കാൻ പോലും പറ്റൂല, സന്തോഷിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള അമിതമായ ചിന്തകൾ ഒരാളെ പരാജയപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെട്ടിട്ട് ജീവിതം തള്ളി നീക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. മക്കളുടെ വിദ്യാഭ്യാസം, അവരുടെ വിവാഹം, ഭാവിയിലെ ബാധ്യതകൾ, ഉത്തരവാദിത്തങ്ങൾ, ഇതിനെക്കുറിച്ച് നിരന്തരമായി ചിന്തിച്ച് ജീവിതത്തിന്റെ ഈ വർത്തമാനകാലത്തെ നിർജീവമാക്കുന്ന, വികലമാക്കുന്ന ഒരുപാട് മനുഷ്യന്മാർ. അപ്പോൾ ഈ അമിതമായ ചിന്തകൾ, മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന നിരന്തര ചിന്തകൾ, നിരന്തരമായ ഓവർ തിങ്കിങ്, അത് നമ്മുടെ ജീവിതത്തെ പരാജയപ്പെടുത്തുന്ന
വലിയ ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ അത് പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. അതിന് നമ്മൾ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ടുള്ള 4 കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിലൊന്നാമത് നിങ്ങളോട് പറയാനുള്ളത്, എന്തുകൊണ്ടാണ് നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകുന്നത്, അല്ലെങ്കിൽ ഒരുപാട് ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് തന്നെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തോ ഒരു പ്രശ്നം നമ്മളെ ഇങ്ങനെ മുറുകെ പിടിച്ചിരിക്കുക. അത് ഇന്നലകളിൽ കഴിഞ്ഞുപോയ എന്തെങ്കിലും നഷ്ടങ്ങളുടെ ഒരു പ്രശ്നമാവട്ടെ, വർത്തമാനകാലത്തിലെ പ്രശ്നങ്ങളാവട്ടെ, ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളാവട്ടെ, എന്തോ ഒരു പ്രശ്നം നമ്മുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ പേരിലാണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് കാട് കയറുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യം എന്താണ്? എൻ്റെ നിയന്ത്രണത്തിലുള്ളതാണോ? അവനവൻ്റെ നിയന്ത്രണത്തിലുള്ള പ്രശ്നങ്ങൾക്ക് മാത്രമേ നമുക്ക് പരിഹാരം കണ്ടെത്താൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ കുട്ടികളൊക്കെയുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് 2 ആൺകുട്ടികളാണ്, അല്ലെങ്കിൽ 2 പെൺകുട്ടികളാണ്. നിങ്ങൾ പരിപാടി നിർത്തി. എന്നാൽ ഇവിടെ 2 ആൺകുട്ടികളിൽ ഒരാൾ ഒരു പെൺകുട്ടിയെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നാലോ? 2 പെൺകുട്ടികളുള്ള ഒരാൾ ഒരു ആൺകുട്ടിയെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നാലോ? ഇത് നമ്മുടെ നിയന്ത്രണത്തിലല്ലെന്നേ. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ നിയന്ത്രണത്തിലല്ലാതെ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ട് ജീവിതത്തിൽ ഒരു കാര്യവുമില്ല, അതിന് റിസൾട്ട് ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിനോട് പൊരുത്തപ്പെടാനാണ് പഠിക്കേണ്ടത്, അല്ലേ? അതുപോലെ നമ്മൾ ജനിച്ചു വീണ കുടുംബ ചുറ്റുപാട്, സാമൂഹിക ചുറ്റുപാട്, ഇതിനെ നമുക്ക് മാറ്റാൻ പറ്റുമോ? നമുക്ക് ഒരുപാട് ബാധ്യതകളൊക്കെയുള്ള ഒരു കുടുംബത്തിൽ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ, ജനിച്ച് വീണ് വളർന്നു വരുമ്പോൾ തന്നെ, പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ നിങ്ങളുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നിങ്ങൾ തിരിച്ചറിയാണ്, എൻ്റെ കുടുംബത്തിന് ഒരുപാട് ബാധ്യതകളുണ്ട്, ഇതൊക്കെ ഞാൻ ഏറ്റെടുക്കേണ്ടി വരുമെന്ന്. നിങ്ങൾ അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരാവണ്ണം പഠിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് എവിടെയെങ്കിലും എത്തിച്ചേരാൻ പറ്റുമോ? അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് കാടുകയറി ചിന്തിക്കുകയല്ല നമ്മൾ വേണ്ടത്. അതിനൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചിന്തിക്കുകയാണ് വേണ്ടത്, അല്ലേ? കാടുകയറി ചിന്തിച്ചിട്ട് കാര്യമില്ല, കാരണം അത് നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല. എന്നാൽ നിങ്ങൾക്കിപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. ആ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് അത് നിങ്ങളുടെ നിയന്ത്രണത്തിലാണോ? ആണ്. അതിന് പരിഹാരം കണ്ടെത്താൻ പറ്റും. പണിയെടുക്കണം നന്നായിട്ട്, അല്ലെങ്കിൽ പുതിയ വരുമാന മാർഗങ്ങൾ നമ്മൾ കണ്ടെത്തണം, സാമ്പത്തികമായിട്ട് വളരണം. അത് നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളാണ്. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്, അല്ലേ? മക്കളുടെ പഠനം, വിദ്യാഭ്യാസം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഉത്തരവാദിത്തങ്ങളാണ്. ഇത് നമ്മുടെ നിയന്ത്രണത്തിലുള്ളതാണോ? അതേന്നെ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണത്തിലുള്ളതാണ്. നമുക്ക് അവിടെ പലതും ചെയ്യാൻ പറ്റും. ഇവിടെ കാട് കയറി ചിന്തിക്കുന്നതിന് നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഇതിനെല്ലാത്തിനും ഒരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യാം? ഒരു പരിഹാരം കണ്ടെത്തുക, എന്നിട്ട് മുന്നോട്ട് പോവുക. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സക്സസ് ആകാൻ പറ്റും. അതിലപ്പുറം നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് അമിതമായിട്ട് ചിന്തിക്കുന്നതിന് പകരം ആ സാഹചര്യത്തോട് നമ്മൾ പൊരുത്തപ്പെടാൻ പഠിക്കുക എന്നുള്ളതാണ്. ഈ ഒരു ചിന്താഗതി നമുക്കുണ്ടെങ്കിൽ തന്നെ ഒരു പരിധിവരെ അമിതമായിട്ടുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ നിന്ന് നമുക്ക് മാറ്റിവെക്കാൻ പറ്റും. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് പറയാനുള്ളത്, വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളോട് എല്ലാം തുറന്നു പറയുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, സങ്കടങ്ങളുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒതുക്കി സൂക്ഷിക്കും. പ്രത്യേകിച്ച് ഇത് കൂടുതലും ചെയ്യാറുള്ളത് പുരുഷന്മാരാണ്. അവരവരുടെ പ്രശ്നങ്ങൾ പലപ്പോഴും തുറന്നു പറയാറില്ല, അല്ലേ? ഒരുപാട് സങ്കടങ്ങൾ വന്നിട്ട് അവർ പൊട്ടിക്കരയുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളായാലും പുരുഷന്മാരായാലും സങ്കടം വന്നാൽ കരയണമെന്നാണ് പറയാറുള്ളത്. മനസ്സിൻ്റെ ഭാരം അപ്പോഴേ ഇറങ്ങിപ്പോവുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്തൊരു പ്രശ്നമോ സങ്കടമോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളോട് അത് മനസ്സ് തുറന്ന് സംസാരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പറയുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസമുണ്ട്. അപ്പോൾ എൻ്റെ പ്രശ്നങ്ങൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളോട് പറഞ്ഞിരിക്കുന്നു, അവിടെ ഒരുപക്ഷെ നമുക്ക് എന്തെങ്കിലും ഒരു വഴി തുറന്നു കിട്ടാതിരിക്കില്ല. അത് തരുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. അപ്പോൾ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഭാരം നമ്മളിങ്ങനെ ഒതുക്കി വയ്ക്കുകയല്ല. മുമ്പൊരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ഒരു ബലൂൺ പോലെയാണ്. അതിങ്ങനെ ഒരു ബലൂണിനുള്ളിൽ കാറ്റിങ്ങനെ നിറച്ച് ആ കാറ്റ് നിറയാനുള്ള ആ ഒരു സ്പേസിന് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്, ഒരു പരിധിയുണ്ട്. ആ പരിധി കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണ്? ബലൂൺ പൊട്ടിപ്പോകും. അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിനും ഓരോ മനുഷ്യനും തൻ്റെ മനസ്സിൻ്റെ പ്രശ്നങ്ങളെ താങ്ങാനുള്ള കപ്പാസിറ്റി, അതിനൊരു പരിധിയുണ്ട്. എല്ലാവരിലും വ്യത്യസ്തമാണ്, എന്നാലും എല്ലാവർക്കും ഒരു പരിധിയുണ്ട്. ആ പരിധി വിട്ടു കഴിഞ്ഞാൽ പിന്നെ താങ്ങാൻ പറ്റില്ല. നമ്മൾ കംപ്ലീറ്റ്ലി ഡെഡായി പോകും. മൈൻഡും ജീവിതവും എല്ലാം തിരിച്ചു വരാൻ പോലും പറ്റാത്ത വിധം.
അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, നിങ്ങൾ നിരന്തരമായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സിനെ അത് കൂടുതൽ അസ്വസ്ഥമാക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളോട് നിങ്ങളുടെ മനസ്സ് തുറക്കുക, തുറന്ന് സംസാരിക്കുക, ഭാരങ്ങളൊക്കെ നിങ്ങൾ അവിടെ ഇറക്കി വയ്ക്കുക. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും സ്വയം കുറ്റപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം എന്താണ്? നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു, നമ്മളെ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സ്വയം കുറ്റപ്പെടുത്തും, അല്ലെ? നമ്മുടെ കുടുംബ ചുറ്റുപാടുകളെ കുറ്റപ്പെടുത്തും, നമ്മുടെ അച്ഛനമ്മമാരെ കുറ്റപ്പെടുത്തും, അവനവൻ്റെ എന്താ പറയുക, യോഗം എന്ന രീതിയിൽ, തലവര എന്ന രീതിയിൽ, എൻ്റെ വിധിയാണെന്ന രീതിയിൽ സ്വയം പഴിക്കും. എൻ്റെ സമയം ശരിയല്ല എന്ന രീതിയിൽ നമ്മൾ ജനിച്ച സമയത്തെ പോലും നമ്മൾ കുറ്റപ്പെടുത്തും. അങ്ങനെ അവനവനെ കുറിച്ച്, അവനവൻ്റെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച്, ചുറ്റുപാടുകളെക്കുറിച്ചൊക്കെ അവനവൻ സ്വയം കുറ്റപ്പെടുത്തുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവിടെ പൂർണ്ണമായിട്ട് പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. അതായത് നമുക്ക് മുന്നോട്ട് കടന്നു വരാനുള്ള ഒരു മാനസികമായ, ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സ്പേസ് നമുക്കവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ മോശമായി ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, സ്വയം കുറ്റപ്പെടുത്താൻ നോക്കിക്കഴിഞ്ഞാൽ, പിന്നീട് നമുക്ക് മുന്നോട്ട് എവിടെയാണ് വഴി തുറക്കുന്നത്? അങ്ങനെയുള്ള എനിക്ക്, അല്ലെങ്കിൽ ഞാൻ ശരിയല്ല എന്ന് ഞാൻ ചിന്തിച്ചിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏത് അവസരങ്ങളെയാണ് ഉപയോഗപ്പെടുത്താൻ പറ്റുക? ഞാൻ ശരിയല്ലല്ലോ, എനിക്ക് എന്ത് ചെയ്തു കഴിഞ്ഞാലും വിജയിക്കാൻ പറ്റില്ല എന്ന് ഞാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളെ കുറ്റപ്പെടുത്തരുത്, നിങ്ങളുടെ സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്തരുത്, നിങ്ങളുടെ ചുറ്റുപാടുകളെ കുറ്റപ്പെടുത്തരുത്. അതിലപ്പുറം ജീവിതത്തിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതിനൊരു പരിഹാരമുണ്ട്. ആ പരിഹാരം കണ്ടെത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് സ്വയം ചിന്തിക്കാൻ പറ്റണം. നമുക്ക് അത് നേരിടാനുള്ള കഴിവ് ജന്മനാ തന്നെ നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റണം. ഈ ലോകത്തിൽ ഏറ്റവും വിവേകമുള്ള ജീവിയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്, ഏറ്റവും ബുദ്ധിയുള്ള ജീവിയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിന് അപാരമായ ശക്തിയുണ്ട്. ആ ഊർജം, ആ ശക്തി ഉപയോഗിച്ച് ജീവിതത്തിൽ ഏത് പ്രശ്നങ്ങളിൽ നിന്നും ഏതൊരു മനുഷ്യനും കരകയറി വരാൻ പറ്റും. ആ ചിന്തയാണ് നമുക്ക് ആവശ്യം. അല്ലാതെ ഒരു പ്രശ്നം മുന്നിലേക്ക് വരുമ്പോൾ സ്വയം കുറ്റപ്പെടുത്തിയിട്ട് നമ്മുടെ ജീവിതത്തെ അങ്ങ് ഇല്ലാതാക്കി കളയുകയല്ല, മറിച്ച് ആ പ്രശ്നത്തിന് കൃത്യമായ പരിഹാരം കണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് വേണ്ടത്. നല്ല രീതിയിൽ വിജയിപ്പിക്കാനുള്ള വഴികൾ സ്വയം കണ്ടെത്തുകയാണ് വേണ്ടത്. അങ്ങനെ കണ്ടെത്തിയവരൊക്കെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടിയവരാണ് എന്ന ബോധവും നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കണം. അപ്പോൾ സ്വയം കുറ്റപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത്, ഏറ്റവും ഒടുവിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഒറ്റയ്ക്കിരിക്കരുത്, അതുപോലെ തന്നെ വെറുതെ ഇരിക്കരുത് എന്നുള്ളതാണ്. കാരണം നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ് നമ്മൾ അനാവശ്യ ചിന്തകൾ നമ്മളെ പിടികൂടുന്നത്, അല്ലേ? നമ്മൾ ആരോടെങ്കിലും ഒരു കാര്യം ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നമ്മളെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളെക്കുറിച്ചോ നമ്മൾ പലപ്പോഴും കുറച്ച് സമയത്തെങ്കിലും മറന്നു പോകാറില്ലേ? നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ എൻഗേജ്ഡ് ആണെങ്കിലോ നമ്മുടെ പ്രശ്നങ്ങളെ നമ്മൾ മറന്നു പോകാറില്ലേ? അപ്പോൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളെക്കുറിച്ച് അഗാധമായിട്ട് ചിന്തിക്കും, വളരെ ഡീപ്പായിട്ട് ചിന്തിക്കും. ഈ ചിന്തകളൊക്കെ പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകളായിരിക്കില്ല. എന്തായിരിക്കും? നെഗറ്റീവായിട്ടുള്ള ചിന്തകളായിരിക്കും. നമ്മൾ മോശമായ രീതിയിലാണ്, എനിക്ക് മാത്രം എന്താ ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥ വന്നു പോയത് എന്ന രീതിയിലാണ് നമ്മൾ ചിന്തിച്ച് തുടങ്ങുന്നതും ചിന്തിച്ച് അവസാനിപ്പിക്കുന്നതും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു അസ്വസ്ഥത നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇങ്ങനെ ചിന്തിച്ച് നടക്കുകയാണെങ്കിൽ, നിങ്ങൾ ഒറ്റയ്ക്കിരിക്കരുത്. നിങ്ങളുടെ മക്കളോടൊപ്പം, നിങ്ങളുടെ സുഹൃത്തുക്കളോടൊപ്പം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം നിങ്ങൾ സമയം ചെലവഴിക്കുക. അതുപോലെ തന്നെ എവിടെയെങ്കിലും വെറുതെ ഒരു മൂലയ്ക്ക് ഇരിക്കാതിരിക്കുക. നിങ്ങൾ പുറത്തു പോവുക, വീടിന് പുറത്തേക്ക് പോവുക. കുട്ടികളൊക്കെ കളിക്കുന്നുണ്ടാവും ഗ്രൗണ്ടിൽ, നിങ്ങൾ അവിടെ പോയിരിക്കുക. ഒരു പക്ഷേ രാത്രിയിലാണ് ഏറ്റവും വലിയ പ്രശ്നം, അല്ലേ? കിടന്നുറങ്ങുമ്പോൾ ഒരു പ്രശ്നമാണല്ലോ. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയാം? നിങ്ങളുടെ കയ്യിൽ ഫോൺ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഫോണില്ലാതെ ആരുമില്ല. നല്ല കോമഡി പരിപാടികളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ചില തോട്ട്സുകളോ വീഡിയോസോ ഒക്കെ ഉണ്ടാവും. നിങ്ങൾ കുറച്ച് സമയം, ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങളത് കാണുക. നിങ്ങൾ വല്ലാതെ പോസിറ്റീവായ ലെവലിൽ കുറച്ച് സമയത്തെങ്കിലും ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് കിട്ടും. ഒരു മോട്ടിവേഷണൽ വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മോട്ടിവേഷണൽ ആയിട്ടുള്ള ഒരു പുസ്തകം നിങ്ങൾ വായിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തമാശ പരിപാടി നിങ്ങൾ കാണുന്ന സമയത്ത്, കോമഡി പരിപാടികൾ ഫോണിൽ കാണുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് പോസിറ്റീവ് ആകാൻ തുടങ്ങും. നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾ കുറച്ചൊന്ന് റിലീസാവും. എന്നിട്ട് പോയിട്ട് നിങ്ങൾ കിടന്നുറങ്ങുക, സമാധാനത്തോടെ കിടന്നുറങ്ങുക. അപ്പോൾ ഒറ്റയ്ക്കിരിക്കരുത്, വെറുതെ ഇരിക്കരുത് എന്നുള്ളതാണ്
അമിതമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ചിന്തകൾ നിങ്ങളെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട 4ാമത്തെ കാര്യം, ഈ 4 കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചെയ്യാനാവട്ടെ. അമിതമായുള്ള ചിന്തകൾ, ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് അമിതമായിട്ടുള്ള ഒരു ചിന്ത നിങ്ങളെ സ്വാധീനിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന ചിന്തകളാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ, നിങ്ങൾ അതിന് കൃത്യമായ പരിഹാരങ്ങൾ കണ്ടെത്തി മുന്നോട്ട് പോവുക. അതിന് ഈ 4 കാര്യങ്ങളും നിങ്ങളെ സഹായിക്കട്ടെ. ജീവിതത്തിൽ മികച്ച രീതിയിൽ അവനവൻ്റെ ജീവിതത്തെ, ചിന്തകളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. മറ്റൊരു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി.